അവർക്ക് ജോലി കൊടുത്ത് നമ്മുടെ സർക്കാരിനോടും ബ്ലഡ്ജിങ് സാധ്യമാക്കി അർജുനെ തിരികെ തന്ന നമ്മുടെ കർണാടക സർക്കാരിനോട് എല്ലാവരും ഈ ഒരു അവസരത്തിൽ നോക്കി പറയാം. പിന്നെ കൂടെ നിന്ന നിങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ പോലെ അത്രയും ഞങ്ങൾ മാനസികമായി നിങ്ങൾ എല്ലാം എനിക്കറിയാം. ഞാൻ അവിടെ പോയപ്പോൾ കണ്ടു നിങ്ങൾ ആളുകളൊക്കെ അവിടെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇതാക്കിയിട്ടാണ് അത്രയും ആളുകൾ നിന്നിട്ടുണ്ട്. പേരെടുത്ത് പറയാൻ എനിക്ക് അറിയില്ല. അത്രയും ആളുകൾ നിന്നിട്ടുണ്ട്. ഇവിടെ പേര് വരുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഈ മനാഫ് വളരെ വികാരപരമായാണ് സംസാരിക്കുന്നത്. മനാഫിനെ ആക്രമിക്കപ്പെട്ടു, വേട്ടയാടപ്പെട്ടു കഴിഞ്ഞു സൈബർ ഇടത്ത്. നിങ്ങളുടെ കുടുംബത്തിന് നേരെയും അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അഞ്ജുൻ എന്താണ് ലോറിന്റെ യഥാർത്ഥ ഓണർ മനാഫിക്കാണെങ്കിലും അർജുന്റെ സഹോദരി അഞ്ജു ആണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. മാധ്യമ പ്രവർത്തകർക്ക് ഒപ്പം നിന്ന് എല്ലാവർക്കും നന്ദി പറയുകയാണ് സഹോദരി. ഘട്ടത്തിലും നിത്യസമയത്ത് നമുക്ക് പല ആളുകളുണ്ട് പോയി ആ ആളുകളൊക്കെ നമുക്ക് വേണ്ട ഉപകാരങ്ങൾ ട്രഷർ എന്ന് പറഞ്ഞൊരു സംഭവം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ അർജുന്റെ സഹോദരി അഞ്ജു കണ്ണാടിക്കലിലെ വീട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഇത്രയധികം ബുദ്ധിമുട്ടി മാധ്യമ പ്രവർത്തകർ അവിടെ നിൽക്കുന്നത് നേരിൽ കാണാൻ കഴിഞ്ഞു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആരുടെയും പേരെടുത്ത് പറയാൻ കഴിയില്ല. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് അഞ്ജു. മൃതശരീരം കിട്ടിയ ശേഷം ആദ്യമായാണ് കുടുംബാംഗങ്ങളിൽ ഒരാൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്. നേരത്തെ ജിതിൻ സംസാരിച്ചിരുന്നു ഷിറ്റൂരിൽ നിന്നും. എങ്കിൽ കൂടി കണ്ണാടിക്കലിലെ വീട്ടിൽ നിന്നും ആദ്യമായാണ് ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നത്. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സങ്കടം അതവർക്കുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി തന്നെ വിട്ടുനിൽക്കുകയായിരുന്നു എല്ലാവരും. മറക്കാൻ പറ്റൂല. ഞങ്ങൾ അങ്ങനെ അർജുനെ ഞാൻ ഒരിക്കലാണ് വിളിച്ചില്ല. എന്റെ കുട്ടനാണ്. ഞങ്ങൾ വീട്ടിലെല്ലാവരും കുട്ടനാണ്. ഞങ്ങൾ കണ്ണാടിക്കൽ എന്ന ഗ്രാമം സങ്കടത്തോടെ കാത്തിരിക്കുകയാണ് ഇനി അർജുന്റെ അവസാന വരവിനായി. ആ വരവ് അത്രയധികം വേദനാജനകമായിരിക്കും. ജീവനോടെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് ആർക്കും കഴിഞ്ഞില്ല. നമ്മളെല്ലാം ആഗ്രഹിച്ചു. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഒരു മിറാക്കിൾ സംഭവിച്ചെങ്കിൽ, എങ്ങനെയെങ്കിലും ജീവനോടെ തിരികെ വന്നു എങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും ഇത്രയും ദിവസം 72 ദിവസത്തിന് ശേഷം ഇപ്പോഴിതാ ഭൗതിക ശരീരമായി അർജുൻ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അതിൻ്റെ ദുഃഖത്തോട് അല്ലെങ്കിൽ ആ വിവരത്തോട് പൊരുത്തപ്പെടാൻ കുടുംബാംഗങ്ങൾ പെടാപ്പാട് പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അർജുൻ്റെ സഹോദരിയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്.